ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഒട്ടും തന്നെ മായം ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ഒറിജിനൽ യമൻ മന്തിയാണ് കാണിക്കുന്നത്. അതായത് മായം ചേർക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് സ്റ്റോക്കോ ഫുഡ് കളറോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു ഹെൽത്തി വേർഷൻ തന്നെ പറയാം കേട്ടോ. നമ്മളിവിടെ UAE യമൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് മന്തി കഴിക്കുന്ന സമയത്ത് അവരുടെ ചിക്കൻ്റെ ആ ഒരു ടെക്സ്ചർ ആണെങ്കിലും റൈസിൻ്റെ ഫ്ലേവറും ടെക്സ്ചറും ഒക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. നമ്മൾ മലയാളി കടയിലൊന്നും പോയിട്ട് കഴിക്കുന്ന പോലത്തെ മന്തി ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു സീക്രട്ടും കൊണ്ടായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ നിതാഷാസ് കിച്ചണിൽ 2-3 ദിവസം മുന്നേ ഇട്ടിട്ടല്ലോ ഒറിജിനൽ മന്തി മസാലപ്പൊടി എങ്ങനെ വീട്ടിലുണ്ടാക്കാന്നുള്ള ഈ ഒരു ബോട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ആ പൊടി വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പിണ്ട് കമൻറ്റായിട്ട് താഴെ കൊടുക്കാം, അല്ലെങ്കിൽ നിതാഷാസ് കിച്ചൺ മന്തി മസാല പൗഡർ എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാൻ അല്ലെങ്കിൽ പിണ്ട് കമൻറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മസാലപ്പൊടി ഉണ്ടാക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു മസാലപ്പൊടി വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ യമൻ കടയിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ഏകദേശം ഒരു 90-95% ആ ഒരു സെയിം റെസിപ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ധൈര്യമായിട്ട് ട്രൈ ചെയ്യും. കുഴിയും കുക്കറും ഒന്നും ഇല്ലാതെ വീട്ടിൽ ഗ്യാസ് സ്റ്റോപ്പിൽ അവർ ചെയ്യുന്ന അതേ ടെക്സ്ചറിൽ ചിക്കനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു സീക്രട്ട് ടിപ്പും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ആരിത് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഉണ്ട് ഓഫീസിൽ, ഇവിടെ UAE യമൻ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവർ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ ഇപ്പം കുറേ ആയിട്ട് ഇത് ട്രൈ ചെയ്തപ്പോൾ അടിപൊളി റെസിപ്പി ആയിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ വെയിറ്റ് വരുന്ന ചിക്കനാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു മന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്കിന്നോട് കൂടിയിട്ട് എടുക്കുവാണെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ നമ്മുടെ ചിക്കന് കിട്ടും കേട്ടോ. പിന്നെ ഞാനിതിപ്പോൾ ചെറിയ പീസായിട്ട് ബിരിയാണി പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ഒരു ഫുൾ ചിക്കനെ നേരെ പകുതിയായിട്ട് അങ്ങനെ ചെയ്യുമല്ലോ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഏതാണോ ഇഷ്ടമുള്ളത് അങ്ങനെ ചെയ്താൽ മതിയേ. നമുക്കിപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതാകുമ്പോൾ ഒന്നുകൂടി അടിപൊളിയായിട്ട് എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. എല്ലാവർക്കും മിക്ക ആളുകൾക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്യാറുണ്ട് ചിക്കൻ എങ്ങനെ ചെയ്താലും സോഫ്റ്റായിട്ട് കിട്ടാറില്ല എന്നുള്ളത്. അത് ഇതുപോലെ ചിക്കൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ബൗൾ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ചധികം തന്നെ വിനീഗർ ഒഴിച്ചിട്ട് വൈറ്റ് വിനീഗർ ഒഴിച്ചിട്ട് 1 മണിക്കൂറൊക്കെ അവിടെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല 1-1.5 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഉള്ളൊക്കെ. അങ്ങനെ ചിക്കൻ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കുക. ഒരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ തുടച്ചെടുക്കണം കേട്ടോ, എങ്കിൽ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടും. എന്നിട്ടൊരു കത്തിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് നല്ലപോലെ ഒന്ന് കുത്തിട്ട് കൊടുക്കണം, കാരണം മസാല ഉള്ളിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ളൊരു സിമ്പിൾ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇതാ ഞാൻ മസാലപ്പൊടി ഇടുന്നത് നമ്മൾ 3-4 ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടില്ലേ, ഒറിജിനൽ മസാലപ്പൊടി എങ്ങനെ വീട്ടിലുണ്ടാക്കാം മന്തി മസാലപ്പൊടി, അതിൻ്റെ ലിങ്ക് ഞാൻ പിണ്ട് കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു മസാലപ്പൊടിയിൽ നിന്ന് വെറും 2.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയാണ് വേണ്ടത് നമ്മുടെ 1 കിലോ ചിക്കനിലേക്ക്. അപ്പോൾ അതിതാ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനൊരു വലിയ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് മിക്സായി കിട്ടാനുള്ള അത്രയും നോക്കി ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഒലീവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ബെസ്റ്റ് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. എന്നിട്ട് എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നന്നായിട്ട് ഇതുപോലെ മസാല ഒന്ന് റെഡിയാക്കി കൊടുക്കുക കേട്ടോ, കൈകൊണ്ട് തിരുമ്മിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു റാപ്പ് വെച്ച് ഞാൻ ഇത് നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ട് അതിനനുസരിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഞാനിതിപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ടാണ്, പിറ്റേന്നൊരു 10-11 മണിയൊക്കെ ആകുമ്പോഴാണ് റെഡിയാക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും, കാരണം ഉള്ളിലൊക്കെ നല്ലപോലെ മസാല പിടിച്ച് കിട്ടും. ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 2-2.5 മണിക്കൂർ എന്തായാലും വെക്കണേ, അപ്പോഴേ അടിപൊളിയായിട്ട് കിട്ടുള്ളൂ, അല്ലാതെ ഉള്ളിലൊന്നും അധികം മസാല പിടിച്ച് കിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ റൈസ് റെഡിയാക്കാൻ പോകുന്ന സമയത്ത് അരി ഒന്ന് കഴുകിയെടുക്കാൻ പോവുകയാണേ. ഞാൻ എടുത്തിട്ടുള്ളത് അറിയാമല്ലോ, നമ്മുടെ മന്തി റൈസ്, അതായത് സെല്ല ബസ്മതി റൈസാണ് കേട്ടോ. നല്ലപോലെ കഴുകി എടുത്തിട്ട് ഊറ്റി അവിടെ മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ 4 കപ്പാണ് റൈസ് എടുത്തിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മന്തി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ, കാരണം നമ്മുടെ ചിക്കനും കൂടി ഡയറക്റ്റ് എണ്ണയൊക്കെ ഇറങ്ങും, സ്കിന്നോട് കൂടിയിട്ടില്ല നമ്മൾ എടുത്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവാള നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു മീഡിയം വലുപ്പത്തിൻ്റെ അടുത്തായിട്ട് അങ്ങനെയുള്ളൂ. അപ്പോൾ അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്ന് പറയുമ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ലേ,
അതുപോലത്തെ ആ ഒരു മൊരിഞ്ഞ ടെക്സ്ചറിൽ തന്നെ ആയി കിട്ടണം കേട്ടോ ആ ഒരു ഉള്ളിയൊക്കെ. അപ്പോൾ അതുവരെ തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നല്ല ബിരിയാണിക്കൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്നെടുക്കുന്ന പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി ട്ടോ. അടുത്ത ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിൻ്റെ അടുത്തായിട്ട് ക്യാപ്സിക്കം ചെറുതായിട്ട് നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്യാതെയാണ് മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് സോഫ്റ്റ് ആവുന്നും വേണ്ട, ഒന്നങ്ങ് വാടി വന്നാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. 2 ചെറിയ പീസ് പട്ടയും 3 ഗ്രാമ്പും ഒരു 4-5 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ നല്ലതാണ് കേട്ടോ, കൂടുതലുണ്ടാകുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. അടുത്തത് 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയും 1 ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേ ലീഫ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നല്ലപോലെ ഓൾ സ്പൈസസ് ഒന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണേ ഈ ഒരു സമയത്തൊക്കെ, കാരണം ഓൾ സ്പൈസസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയില്ലേ, ഈ ഒരു ഇങ്ങനെ മന്തി ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, അരി നമ്മൾ സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കഴുകി ഊറ്റി വെക്കുക, എന്നിട്ട് ഡയറക്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അരിനൊന്ന് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരം മാത്രം മതി കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കണേ. എന്നാൽ ഒരുപാട് അങ്ങനെ വറുത്തെടുക്കുകയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ ഇത് ഏകദേശം ഒന്ന് അരിയങ്ങ് നെയ്യിലും നമ്മുടെ സ്പൈസസും മസാലയൊക്കെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 4 കപ്പ് അരിയല്ലേ, അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ 6 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഡയറക്റ്റ് പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്, കാരണം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്ന മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഫ്ലെയിമോടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ വേവാകുമ്പോഴത്തേക്കാണ് നമ്മുടെ അരി അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫോയിലില്ലേ, അത് വെച്ചിട്ടാണ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. നല്ലപോലെ ടൈറ്റായിട്ട് ഭദ്രമായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഫോയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം അവിടെ നന്നായിട്ട് കുറച്ച് വെക്കണേ. എന്നിട്ട് ഇത് ഫോയിൽ കവർ ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതിപ്പോൾ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നിറയെ ഹോൾ ഇട്ട് കൊടുക്കുക, കാരണം നമ്മൾ സ്റ്റീമറിൻ്റെ തട്ടുണ്ടാവില്ല ഹോളുള്ള, ആ ഒരു രീതിയിലാക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങളിൽ വലിയ സ്റ്റീമർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനിതിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ, ആ പീസസ് മൊത്തത്തിലായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കന് അരി അങ്ങനെ കുക്കാകുന്ന അടിയിൽ നിന്ന് സ്റ്റീം വന്നിട്ട് ചിക്കനും നല്ലപോലെ വെന്ത് വരും. ചിക്കനിൽ ആ ഒരു സ്റ്റോക്കൊക്കെ അടിയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. എന്നിട്ട് മുകളിലും നല്ല രീതിയിൽ ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. നല്ല ഭദ്രമായിട്ട് ടൈറ്റായിട്ട് ഒട്ടും ആവി പുറത്താവാത്ത രീതിയിൽ ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് നല്ല ടൈറ്റ് ചെയ്ത് നമ്മുടെ അടപ്പും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോൻ്റെയും മീഡിയം ഫ്ലെയിമില്ല അതിൻ്റെ തൊട്ട് അടുത്തായിട്ട്, അതായത് ലോൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ആ ഒരു സമയമാകുമ്പോഴേക്ക് ചിക്കൻ നല്ലപോലെ വെന്ത് അതിൻ്റെ സ്റ്റോക്കൊക്കെ റൈസിൽ ഇറങ്ങുകയും ചെയ്യും, റൈസും കൂടി വേവും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലും കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ വലിയ ടൈപ്പ് സ്റ്റീമർ, നമ്മുടെ അടച്ചൊമ്പില്ല അടയൊക്കെ റെഡിയാക്കുന്ന ആ ഒരു സ്റ്റീമറില്ലേ, അതിൻ്റെ കുറച്ചൊരു വലുപ്പമുള്ള ടൈപ്പ് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റീമർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഫോയിൽ കൊണ്ട് കവർ ചെയ്യുന്ന പണിയോ ഒന്നുമില്ല കേട്ടോ. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റീമർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആകുന്ന മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഏകദേശം 45 മിനിറ്റ് ആവാനാവുമ്പോഴാണ് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് റൈസൊക്കെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫോയിലും അടുപ്പൊക്കെ മാറ്റിയിട്ട് ചിക്കൻ കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്, നന്നായിട്ട് ആവി പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല ചൂടാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു രീതി കാണിക്കുന്നത്. കണ്ടില്ലേ, നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചിക്കൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. യമൻ കടയിലൊക്കെ നമ്മൾ പോയിട്ട് കഴിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് കേട്ടോ ഒറിജിനൽ മന്തിൻ്റെ ചിക്കൻ ഉണ്ടാവുക. ഈ ഒരു കളറിലും ഈ ഒരു ടെക്സ്ചറിലും ഉണ്ടാവുക. അവർ ഫ്രൈ ഒന്നും ചെയ്യാതെ ഈ ഒരു രീതിയിലുണ്ടാവുക. നിങ്ങൾക്ക് അഥവാ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബട്ടറിലോ ഓയിലിലോ ചെറുങ്ങനെ ഒന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. എല്ലാം ഇങ്ങനെ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇതാണ് കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്ചർ കേട്ടോ നമ്മൾ കടയിൽ പോയി കഴിക്കുമ്പോൾ കാണാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ ഞാൻ ചിക്കനൊക്കെ ബൗളിൽ നിന്ന് എടുത്ത് മാറ്റി, അല്ല ഈ ഒരു ഫോയിൽ നിന്ന് എടുത്തിട്ട് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് റൈസും കൂടി കാണണ്ടേ, അടിയിലല്ലേ റൈസ് ഉള്ളത്. അങ്ങനെ ഇതാ ഫോയിലൊക്കെ പതുക്കെ മാറ്റി കൊടുത്തതിന് ശേഷം റൈസ് നോക്കിയാൽ നല്ല
അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ല. ഒന്നും പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല. പതുക്കെ എല്ലാം കൂടി ഒന്നങ്ങ് മിക്സായി കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ശരിക്കും നമ്മൾ യമൻ കടയിലൊക്കെ ഇവിടെ UAE പോയിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ മന്തിയുടെ ഏകദേശം ഒരു 90% ഞാൻ ടോട്ടൽ 100 എന്ന് പറയുന്നില്ല, കാരണം ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാമല്ലോ. അപ്പോൾ ഒരു 90%ഓളം ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ധൈര്യമായിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പ്രത്യേകിച്ചും എൻ്റെ ആ ഒരു സീക്രട്ട് മസാല റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, അതിൻ്റെ പിണ്ട് കമൻ്റായിട്ട് ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ആ ഒരു മസാലയാണ് പെർഫെക്റ്റ് ശരിക്കും പറയുകയാണെങ്കിലേ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മന്തിക്ക് ചെറിയൊരു സ്മോക്കി ഫ്ലേവർ വേണം, സ്മെല്ലും ഒക്കെ വേണം, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇതുപോലെ സൈഡിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു ബൗളിൽ ഇതാ ഒരു ചാർക്കോൾ പീസ് കനലാക്കിയിട്ട് വെച്ച് കൊടുത്ത് കുറച്ച് ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പുക വരും. പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റും കൂടി അവിടെ ഒന്ന് റെസ്റ്റിന് ഇരുന്നോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. അങ്ങനെ ഇതാ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നുള്ളൂ. നല്ല അടിപൊളി ആ ഒരു സ്മോക്കി ഫ്ലേവർ കൊടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു മണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് സെർവ് ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ. ആ ഒരു ബൗൾ പതുക്കെ എടുത്ത് മാറ്റി വെക്കുക. ചിക്കനൊക്കെ മാറ്റി എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കും എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ അതേപോലെ ഫ്ലെയിമൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാ മൊത്തത്തിൽ സെർവ് ചെയ്ത് കൊടുത്തിട്ട് ചിക്കന് മുകളിൽ വെച്ച് കൊടുത്ത് നല്ല ഭംഗിയില്ല സെർവ് ചെയ്തിട്ടൊക്കെ കാണാൻ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിലാണല്ലോ നമ്മുടെ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചിക്കൻ ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യുമ്പോൾ താല്പര്യത്തിനനുസരിച്ച് ചെറിയ രീതിയിൽ അങ്ങനെ പാനിൽ വെച്ച് ചെയ്യട്ടെ കേട്ടോ. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുമ്പോൾ ഇവിടെ UAE കഴിക്കുന്ന സമയത്ത് സെയിം ഈ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്